ഏകദേശം 50 ബില്യൺ റോക്ക് പ്ലാനറ്റ്സ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ ആ ഗ്രഹങ്ങൾക്ക് ഒരു ആതിഥേയ നക്ഷത്രം പോലുമില്ല. അവയിൽ ചിലത് ഭൂമിയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതാണ്. ഒരു ആതിഥേയ നക്ഷത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവ പ്രകാശം പരത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അവസാനമായി ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു വഴിതെറ്റിയ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് ഇടിച്ചു കയറുകയുണ്ടായി. അത് നമ്മുടെ ഗ്രഹത്തിന്റെ പുറംതോടിനെ ബഹിരാകാശത്തിലേക്ക് ചിതറിച്ചു. ഗുരുത്വാകർഷണം ആ കണങ്ങളെ കൂട്ടിച്ചേർത്തു. അതാണ് ഇന്നത്തെ നമ്മുടെ ചന്ദ്രനായി മാറിയത്. ഇനിയെങ്ങാനും അങ്ങനെയൊരു കൂട്ടിയിടി സംഭവിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി അങ്ങനെ ഒരു കൂട്ടിയിടി സംഭവിച്ചാൽ കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഈ കൂട്ടിയിടിയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അജ്ഞാത വസ്തു നമ്മുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെടും. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അങ്ങനെ രാത്രി ആകാശത്ത് കണ്ട ആ അജ്ഞാത വസ്തു സാവധാനത്തിൽ വലുതായി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ദിവസം അത് നമ്മുടെ ചന്ദ്രനോളം വലുതായി കാണപ്പെടും. ഇത് എല്ലാം വളരെ മന്ദഗതിയിലായി നടക്കുന്നെന്ന് നമുക്ക് തോന്നാം. കാരണം ബഹിരാകാശത്തിൻ്റെ വലിയ ദൂരമാണ്. ആ ഒരു ഗ്രഹം ഏകദേശം 11 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നമ്മുടെ നേരെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പതിക്കുന്നതോടുകൂടി വംശനാശം തന്നെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ആ ഗ്രഹം നമ്മുടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വരുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ആ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ഫലം ഭൂമിയിലെ വേലിയേറ്റങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ 8 മടങ്ങ് വലുതാക്കും. തീരദേശ നഗരങ്ങളിൽ സുനാമികൾ ഉണ്ടാകും. അതും വെറും ഒരു സാധാരണ സുനാമിയല്ല, വലിയ സുനാമികൾ, മെഗാ സുനാമീസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. 2 ഗ്രഹങ്ങളുടെയും ഗുരുത്വാകർഷണം പരസ്പരം പുള്ള് ചെയ്യുന്നത് നിലവിലുള്ള ഈ ഒരു പ്രക്രിയയെ വേഗത്തിലാക്കും. ഇൻകമിംഗ് ഗ്രഹം ഏകദേശം 60 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിലെത്തും. മെഗാ സുനാമികൾക്കൊപ്പം മിന്നൽ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകും. അവയ്ക്ക് കാറ്റഗറി സ്കെയിലിൽ ഒരു സംഖ്യ ഉണ്ടാവുകയില്ല. അത്രയ്ക്ക് വലുതായിരിക്കും. നമ്മുടെ ഭൂമിയിലെ അവസാന നിമിഷങ്ങളായിരിക്കും ആ നിമിഷങ്ങൾ. ആ ഒരു റോക്ക് പ്ലാനറ്റ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയാൽ നമ്മൾ ഇതിനകം മരിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പുതിയ ഗ്രഹം നമ്മുടെ ആകാശം പൂർണ്ണമായി മറയ്ക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. 2 ഗ്രഹങ്ങളുടെയും അന്തരീക്ഷം ഒരുമിച്ച് കംപ്രസ് ചെയ്യപ്പെടുകയും തിളങ്ങുകയും ചെയ്യും. ഭൂമിയിലുള്ളതെല്ലാം തൽക്ഷണം ബാഷ്പീകരിക്കപ്പെടത്തക്കവണ്ണം ഭൂമി ചൂടാകും. ഭൂമി തൽക്ഷണം തന്നെ കത്തുന്നൊരു മാഗ്മയായി മാറും. ഈ ഒരു കൂട്ടിയിടി 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള ഘർഷണത്തിന് കാരണമാകും. ഇത് അവർ രണ്ടിൻ്റെയും ഭ്രമണത്തെ മന്ദഗതിയിലാക്കും, അല്ലെങ്കിൽ ഭ്രമണം പൂർണ്ണമായും നിർത്തും. ദശലക്ഷക്കണക്കിന് ചെറിയ പാറക്കഷ്ണങ്ങൾ തീയുടെ ഒരു മതിൽ തന്നെ സൃഷ്ടിക്കും. ഭൂമിയിലുടനീളമുള്ള ഷോക്ക് വേവ് ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ഗ്രഹത്തെ വിഴുങ്ങും. ഈ ഒരു കൂട്ടിയിടിയുടെ അഗ്നി ഭൂമിയുടെ ഉപരിതലത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രഹത്തിൻ്റെ ഇന്നർ കോർ അതിൻ്റെ അകത്ത് നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഔട്ട്കം ഭൂമി തന്നെ തകരുമെന്നതാണ്. ഈ ഒരു യുഗം അവസാനിക്കുകയും ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു സ്പേസ് ഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ 2 ഗ്രഹങ്ങളുടെയും വൻതോതിലുള്ള അവശിഷ്ടങ്ങൾ വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവയിൽ ചിലത് മറ്റുള്ള ഗ്രഹങ്ങളെയും ബാധിക്കും. ചിലപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളെ തന്നെ സൗരയൂഥത്തിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളും. അവശേഷിക്കുന്ന ബാക്കി അവശിഷ്ടങ്ങൾ ഒത്തുചേർന്ന് ചിലപ്പോൾ മറ്റൊരു ചിഹ്നഗ്രഹ വലയം തന്നെ സൃഷ്ടിക്കപ്പെടാം. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഭൂമി എന്നൊരു ഗ്രഹവും അതിൽ മനുഷ്യരും ഉണ്ടായിരുന്നുവെന്ന് യാതൊരു തെളിവുകളും തന്നെ അവശേഷിക്കുകയില്ല. പക്ഷേ 2012 ഭൂമി ഒരു ചിഹ്നഗ്രഹവുമായി കൂട്ടിയിടിക്കുകയും ഈ ഒരു സിവിലൈസേഷൻ, അതായത് മനുഷ്യവംശം തന്നെ അവസാനിക്കുകയും ചെയ്യുമെന്ന് ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2024, സോ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൂമിയിൽ നല്ലത് ചെയ്ത് തുടർന്ന് ജീവിക്കാം.